ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ജാസ്മിൻ ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഗബ്രീനെ ഈ ഒരു ചാർജിംഗ് പോയിന്റ് ടാസ്ക് വിജയിപ്പിച്ചു. ഗബ്രിയാണ് ആ ടാസ്ക് ജയിച്ചത്. സെമി ഫൈനൽസിനും ഫൈനൽസിനും എല്ലാം ഋഷി ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഋഷിയെ മനഃപൂർവ്വം നമ്മുടെ അർജുൻ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അർജുൻ നെസ്റ്റ് ടീമുമായിട്ട് ഒരു അലയൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. നെസ്റ്റ് ടീമിന്റെ നിർദ്ദേശപ്രകാരമാണ് അർജുൻ ഋഷിനെ കൺഫ്യൂസ് ചെയ്തത്. മെയിനായിട്ടും ശരണ്യ, അപ്സരയൊക്കെ അവരാണ് പറഞ്ഞത് ഋഷിയോടൊന്ന് വിട്ടുതരാൻ പറയണമെന്ന്. ഇത് ഞാൻ ലൈവിൽ കേട്ടൊരു കാര്യമാണ്. പിന്നെ ഋഷി ഗെയിമിന്റെ സമയത്ത് നേരെ പ്ലേറ്റ് തിരിച്ചു ശരണ്യക്കെതിരെ. ശരണ്യയുടെ ഫോട്ടോ അടങ്ങുന്ന ആ ഒരു സാധനം എടുത്ത് മാറ്റി അൻസിബ ഋഷിയുടെ ഫോട്ടോ എടുത്ത് വെച്ചു. അർജുനും നെസ്റ്റീമും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ ഇത് പറഞ്ഞാണ് ഇപ്പോ ഋഷി ശരണ്യ തമ്മിൽ ഒരു വാക്തർക്കം ഉണ്ടാകുന്നത്. ശരണ്യനെ ജയിക്കാൻ പെടാത്തതിന്റെ കലിപ്പാണ് ശരണ്യക്ക്. ഋഷിയിൽ നിന്നും അങ്ങനെ ഒരു ഗെയിം ശരണ്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവരിൽ ആര് ക്യാപ്റ്റൻ ആയാലും ഡെൻ ടീമിനെ സെപ്പറേറ്റ് ചെയ്യില്ല എന്നൊരു ഡീലാണ് നമ്മുടെ ശരണ്യ അടങ്ങുന്ന നെസ്റ്റ് ടീം അർജുന് വാക്കായിട്ട് കൊടുത്തത്. ഇത് ഞാൻ ലൈവിൽ കേട്ടൊരു കാര്യമാണ്. സൈലന്റ് പ്രൊഡക്ടർ ആണ് നമ്മുടെ അർജുൻ കേട്ടോ. ഇതിനിടയ്ക്ക് കളിച്ചത് മൊത്തം അർജുനാണ്. അർജുന്റെ പവർ ടീമിനകത്ത് നിന്ന് ഗെയിം നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ അർജുൻ നെസ്റ്റ് ടീമിനോട് കൈ കൊടുത്തു. അർജുൻ നല്ല പ്ലെയറാണ്. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു ഇനിയും അർജുന്റെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴാനുണ്ട് എന്ന്. ഇപ്പൊ അഴിഞ്ഞു വീണിരിക്കുന്നത് രണ്ടാമത്തെ മുഖംമൂടി മാത്രമാണ്. ആടുകളെ തമ്മിൽ ചോര കൂട്ടിയടുപ്പിച്ച് ചോര കുടിക്കുന്ന ആ ഒരു മുഖംമൂടി. എന്തായാലും അർജുൻ ഇങ്ങനെ ഒരു കളി കളിച്ചത് കൊണ്ട് ഋഷി വെറും ഒരു ഇമോഷണൽ ഫൂൾ ആണ് എന്ന് നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഗെയിമില് ഇമോഷൻസ് കൊണ്ടുവരുന്നവർക്ക് പറ്റിയൊരു ഗെയിം അല്ല ബിഗ് ബോസ്. സപ്പോർട്ട് ചെയ്യാൻ വാക്ക് കൊടുത്തിട്ട് അത് തെറ്റിച്ചതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക. ഋഷി ഒരു മൂലയിലിരുന്ന് ന്യായീകരിച്ച് കരയുന്നു, ശരണ്യ വേറൊരു മൂലയിലിരുന്ന് കരയുന്നു, മനീഷേട്ടാ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ്. ഋഷിക്ക് കുറ്റബോധമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവണമെന്ന്. അവിടെയാണ് ഋഷി എന്ന ഇമോഷണൽ ഫൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സ്വന്തം ലാഭത്തിനായി കളിക്കുന്ന ഋഷി, അതാണ് ഈ ഗെയിം. അവിടെ ഒരു ഇമോഷൻസിനും പ്രസക്തിയില്ല. അതുകൊണ്ട് കുറ്റബോധം അടിച്ചിരിക്കാതെ എണീറ്റ് കളിക്കും മോനെ, കളിക്ക്.